അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടില്ല വ്ളോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടോന്ന് അറിയില്ല. നമ്മൾ വേറൊരു കോളായിരുന്നു എക്സ്പ്ലോർ ചെയ്ത്. ഇന്ന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വേറൊരു കോളം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എക്സ്പ്ലോർഡ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ കാണാം. ചാട്ടുകുളമാണ്. ചാട്ടുകുളം അപ്പോൾ ഫേമസ് ആണല്ലോ. കുറേ പണി കഴിഞ്ഞിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കൊണ്ട് അവിടെ കിട്ടും പരിപാടിയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകുന്ന കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നൊരു മഴ ദിവസം ഞാൻ അന്ന് നമ്മൾ പോയത് ഒരു കിടിലം മഴ ദിവസമായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടു കേട്ടോ. ഇന്നത്തെ ഒരു മഴ വൈബ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡിങ് കാര്യങ്ങളുണ്ട്. അതേപോലെ കവർ കഴിഞ്ഞ ദിവസം എടുത്തല്ല അതേപോലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കയറ്റം കയറിയിട്ട് പോകാം. അതേപോലെ പ്ലെയിൻ റോട്ടിൽ കൂടെയും പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. കിടിലിനാക്കിയിട്ട് ഇപ്പോൾ അവിടെ കുളം. പിന്നെ മഴ പെയ്തുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ മേലെയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് കുറേ കാലമായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ റീച്ചും കാര്യങ്ങളും പോവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക, ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇനി വീഡിയോസ് സജഷനിൽ പോവും. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബസ്സിൽ കാണാനുണ്ടോ നിറച്ച് മീനായിട്ട് ഇതിലേക്ക് മറ്റേ കോഴിക്കാർക്കും അങ്ങനെയുള്ള കിട്ടില്ലെങ്കിൽ കുറേ മീനുകളുണ്ട്. ഗോൾഡ് ഫിഷ് അതുകൊണ്ട് അത് സാധനം ഉണ്ടായത്. പൊന്നെ സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി പറയാം. പിന്നെ നോർമൽ ഒരു 1-2x ഇടാം. കുറേ മീനുകളുണ്ട് കേട്ടോ. കിട്ടിലും പോലത്തെ നൈസായിട്ടുള്ള കുറേ മീനുകളുണ്ട്. ഓ നൈസ് നൈസ്. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല നീന്ത. ഇവിടുന്ന് കഴിച്ച് ഇറങ്ങാൻ പറ്റില്ല നീന്ത. ഇറങ്ങി കഴിഞ്ഞപ്പോ മീൻ കുത്തും. സംഭവം നല്ല നൈസായിട്ടോ. ഇവിടെയൊക്കെ നിറച്ച് മീനാട്ടോ. വലിയ കുറേ മീനൊക്കെ നടക്കുന്നുണ്ട്. ഗോൾഡ് ഫിഷിനാണ് കഴിച്ചത്. എന്ത് വലിയ ഗോൾഡ് ഫിഷാ. അവിടെ കോഴിക്കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് മീനാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ മീനെ കുറിച്ച് വലിയ അറിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മീനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. വലിയൊരു മീൻ പോണോ നൈസായിട്ട്. കുറേ മീനുകളുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടോ. എന്തായാലും കൊള്ള അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വൈബായിട്ട് കൊള്ള സെറ്റായിട്ടുണ്ട്. അവിടേക്ക് ആകുമ്പോൾ കുളിക്കാറിങ്ങാം. അവിടെ എത്ര മീൻ നോക്കിയാൽ അറിയില്ല കേട്ടോ. ഇവിടുത്തെ തന്നെ നൈസായിട്ട് കുറേ മീൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നൈസായിട്ടൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നൊരു വ്ളോഗ് എടുത്തിട്ട് ഇറങ്ങാനാണ്. ഞങ്ങളുടെ ഇത് റെഡിയാക്കാൻ ശേഷം ഇനി ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു വ്ളോഗും ഇക്കാണെങ്കിൽ ഭാഗം കാണുകയും ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടടാ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇത്രയധികം മീനുള്ളത് എനിക്കറിയില്ലടാ. പിന്നെ ഇത്ര ഗോൾഡ് ഫിഷ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയണ്ടായില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കാൻ വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാടാ. എന്തായാലും കൊള്ള അടിപൊളി ആയിട്ടാ. ഒരു രക്ഷയില്ല. ഗോൾഡ് ഫിഷ് ഉണ്ടായി. എന്ത് വലിയ ഗോൾഡ് ഫിഷാ. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ഗോൾഡ് ഫിഷാ. അതൊക്കെ അവിടെ കൊടുന്നിട്ട് കഴിഞ്ഞാൽ അപ്പം ചാവും. ഈ കുളം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുന്നംകുളത്ത് നിന്ന് ചാക്കാട് പോകണ വഴിയാണ്. ഗുരുവായൂർ ഈ ഒരു റൂട്ടിനെ പോകാടാ. അപ്പോൾ ആ റൂട്ടിലാണ് സംഭവം വരുന്നത്. ചാട്ടുകുളം എന്നാണ് പേര്. അപ്പോൾ വലിയൊരു കുളടാ. ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പോൾ അടുത്ത് 2-3 വട്ടം കണ്ടിട്ടുണ്ടായി. അതൊരു വൈറലായി ഒന്നും അറിയില്ല. അത്ര ഞാൻ 4-5 വരെ കണ്ടു അത് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ റീല് സംഭവം അടിപൊളിയാണ്. ഡ്രോൺ ഷോട്ട് കിടലിനായിട്ട് കുളം മൊത്തമായിട്ട് ഇടാം. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവിടെ ചവർ പോലെ മീനാണ്. നേരത്തെ ഞാൻ അവിടെ വന്നപ്പോൾ തീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേനോട്. അപ്പോൾ അതും കണ്ട് ഇതവിടെ കോഴിക്കാർപ്പിടാം. ഇവർ രണ്ടാളും എൻ്റെ ഒപ്പം വന്നേൽ ജോയി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലാട്ടാ. കൂട്ടുകാരൻ പറഞ്ഞത്. പക്ഷേ ജോയിന്ന് പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ടില്ലാടാ. പിന്നെ അവൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ മീനിൻ്റെ കാഴ്ചകൾ കണ്ട് ഇവിടെ എത്താട്ടെ. ഫോണെ നോക്കുന്നത് കമ്പിയുടെ അപ്പുറത്താണ്. പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോയിട്ടാ. എന്തായാലും സെറ്റപ്പാടാ. സംഭവം രസമായി. എന്തായാലും മുതലായി. അമ്മാരി കാഴ്ചകൾ കിടിലൻ കാഴ്ചകൾ ഇടാ. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. നമുക്ക് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങോട്ട് പോകണില്ല. ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് സംഭവം കണ്ടിട്ടൊന്ന് ജസ്റ്റ് തിരിച്ചു വളവരടില്ല. നമ്മുടെ ഈ കുളത്തിൻ്റെ ഒരു വൈബ് സൈഡിൽ കൂടെ നടക്കാനുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടാ.
ആ ഭാഗത്തായിരുന്നു അവിടെ ആൾക്കാർ നടന്നുകൊണ്ട് ഫുട്പാത്ത് കൂടെയാണ് ഇവിടെയും അതേപോലെ സെറ്റ് ആയിട്ടുണ്ട്. നൈസ് സ്ഥലമല്ല, കുളം എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ ഇത് കുറേ കാലമായി പണിയുന്നു തോന്നുന്നു, ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് ഇതന്നെ പണിയുന്നു കൊണ്ടിടാ. ഞാൻ അവിടെ സ്കൂളിൽ പോകുമ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്, ഒരു കൊല്ലമായി ഉണ്ടാവും മാക്സിമം. ഇപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ ഇതേപോലെ നല്ല വ്ളോഗുകൾ നമ്മൾ ഇറക്കൂടും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ. എനിക്ക് കണ്ടന്റ് ഇല്ലാണ്ടപ്പോൾ ഞാൻ ChatGPT ഉപയോഗിച്ചിട്ട് കണ്ടന്റ് സെർച്ച് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ChatGPT പറഞ്ഞാൽ നിങ്ങളുടെ വില്ലേജ് പരിചയപ്പെടുത്തി ഇറക്കാം. അങ്ങനെ നമ്മൾ വില്ലേജ് പരിചയപ്പെടുത്തി ഇറങ്ങാണ്ട, വില്ലേജ് ഇത്ര അടിപൊളി. ഇപ്പോൾ നാട് പരിചയപ്പെടുത്തി ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമ്മൾ കുറച്ചുള്ളൂ, അതിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങൾ കാണാണ്ട, ഇതിലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നയിച്ചിട്ട് തിരിക്കാത്ത, അപ്പോൾ അധികം നേരം നിൽക്കണില്ല, മഴ വരുന്നുണ്ട്, അതിൽ കുറച്ച് സീനാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഇറങ്ങിയപ്പോൾ മഴനായിട്ട് സീൻ, രാത്രിയാണ് സീനില്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ സ്വത്ത് കൂടി നനഞ്ഞുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും മേഘം വീടത്തുള്ള വീഡിയോ കിട്ടണം. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞ് ഇവിടെ ഞാൻ നൈസായിട്ട് നീങ്ങളെ വരികയാണ്. പക്ഷേ എൻ്റെ സൈക്കിൾ കണ്ടോ അവിടെ, ഞാൻ സൈക്കിളിമേ തന്നെ, അവരുടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവരുടെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്, ഞാൻ സൈക്കിളിമേണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും സൈക്കിളിമായിരിക്കും. ഇനി വരുന്ന വ്ളോഗുകൾ ഞാൻ സൈക്കിളും അതും കുറേ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകണമാണ്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് കുറേ വ്ളോഗുകൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് വീട്ടിൽ പോകാൻ നോക്കാം. എന്തായാലും ഞാൻ 4 വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് സിനിമാറ്റിക് ഈ ഭാഗത്ത് കാണിച്ചു തരാം. സംഭവം അതിനുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ വീഡിയോസ് എന്തായാലും പരമാവധി കമൻറ്റ് ചെയ്യുക, അല്ല ആ ഷെയർ ചെയ്തില്ല മനസ്സിലായി, കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിച്ചോളൂ. കാരണം നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് സജഷനും കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങൾ എൻ്റെ മോൻ കണ്ട് ബോറടിക്കണ ഈ കോളും ആ റോഡൊക്കെ ഒരുമിച്ചുള്ള ഒരു ഷോട്ട് കാണിച്ചു തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് സിനിമാറ്റിക് വീഡിയോ കാണാം. മഴ പെയ്തു, ഫൈനലി മഴ പെയ്തു. നിങ്ങൾ പോകാൻ നേരപ്പോൾ കുളത്തിൻ്റെ വൈബ് നോക്കി നിങ്ങൾ ഫുള്ളും നല്ല കിട്ടില്ല മഴ ആടാ. അതുകൊണ്ട് തന്നെ കുളമൊന്നും മനസ്സിലാവണില്ല, അതേ അവസ്ഥയായിട്ടപ്പോൾ കേരളത്തിലേക്ക് നോക്കിയാൽ വൈബ് ആയിട്ടില്ല സംഭവം. ഞാൻ 4 വീഡിയോ എടുത്ത് ഒരു ഇൻട്രോ എടുത്ത് പോകാക്കുമ്പോഴാണ് ഈ മഴ പെയ്ത് ആകെ സീനായത്. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോകാൻ നോക്കട്ടെടാ. അങ്ങനെ നമ്മൾ വീഡിയോ തെറ്റിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. എൻ്റെ ഫോൺ ജോയിൻ താങ്ക്സ്, ഹെൽപ്പ് താങ്ക്സ്. അപ്പം എന്തായാലും നമ്മൾ ഇനി ഒരു അടുത്ത കിട്ടില്ല വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ.